ഹലോ ഗായ്സ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. നമ്മളിന്നിവിടെ സർക്കിൾസ് ആൻഡ് ആംഗിൾസിൻ്റെ ലാസ്റ്റ് സെഷനാണ് നമ്മളിവിടെ വർക്ക് കണ്ടക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് ആദ്യം നോക്കാം. ദ ഹെഡിങ് ഇറ്റ് സെൽഫ് സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ, വൃത്തവും ചതുർഭുജവും. ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സൈഡ്സ് ഉള്ള പോളിഗണാണ്. 4 വശങ്ങളുള്ള പോളിഗണിന് പറയുന്ന പേരാണ് ചതുർഭുജം. ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാൻ കാരണം ഒരു വൃത്തത്തിൻ്റെ ഒരു ചതുർഭുജം എന്ന് പറയുന്നത് എന്താണ്? 4 വശങ്ങളുണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ 4 കോർണേഴ്സ് ഉണ്ടാവും, 4 കോർണറുകളുണ്ടാവും. ഈ 4 മൂലകളും വൃത്തത്തിൽ ടച്ച് ചെയ്ത് പോകുന്ന ക്വാഡ്രിലാറ്ററൽ പറയുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അല്ലെങ്കിൽ മലയാളത്തില് ചക്രീയ ചതുർഭുജം. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ പഠിക്കാൻ പോകുന്നത് ചക്രീയ ചതുർഭുജങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിനെ കുറിച്ചിട്ടാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഒരു ചതുർഭുജത്തിന്റെ 4 മൂലകളും 4 കോർണേഴ്സും എന്തായിരിക്കണം? സർക്കിളിൽ ടച്ച് ചെയ്തിട്ടുണ്ടാവണം, വൃത്തത്തിൽ സ്പർശിച്ചു പോകുന്നുണ്ടാവണം, ടച്ച് ചെയ്ത് പോകുന്നുണ്ടാവണം. അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽ പറയുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി എന്താണ് കാര്യങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇഫ് ഓൾ വേർട്ടീസസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ ഓൺ ദ സർക്കിൾ, then the sum of its opposite angles is 180 degree. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ, ഈ ഒരു ലൈൻ സെഗ്മെന്റ് വരച്ചാൽ ഇതിനെ എന്തെന്ന് വിളിക്കാം? ഞാണ് അല്ലെങ്കിൽ കോഡ് എന്ന് പറയാം, അല്ലേ? ഇതിന്റെ ഇരുഭാഗത്തുമുള്ള കോണുകൾ തമ്മിൽ കൂട്ടിയാൽ എത്ര ഡിഗ്രി വരണം? 180 ഡിഗ്രി വരണം എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കൊണ്ടുവന്നാൽ ഈ ഓപ്പോസിറ്റ് ഉള്ള ഈ 2 ആംഗിളുകൾ തമ്മിൽ കൂട്ടിയാൽ എപ്പോഴും എത്ര ഡിഗ്രി വരും? 180 ഡിഗ്രി വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതല്ലാതെ ഇപ്പുറത്ത് നോക്കിയാലോ, ഞാൻ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 2 കോണുകൾ തമ്മിൽ കൂട്ടിയാലും എത്ര ഡിഗ്രി വരും? ദ സെയിം 180 ഡിഗ്രി വരും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒരു ചതുർഭുജത്തിന്റെ മൂലകളെല്ലാം ഒരു വൃത്തത്തിലാണെങ്കിൽ അതിലെ എതിർ കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി വരും. അങ്ങനെ വരുന്ന ചതുർഭുജങ്ങളെയാണ് ചക്രീയ ചതുർഭുജം എന്ന് പറയാം. ഓക്കെ, ചക്രീയ ചതുർഭുജങ്ങളുടെ ഒരു പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? ഓപ്പോസിറ്റ് സൈഡിലുള്ള ആംഗിൾ തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരും, എതിർവശത്തുള്ള കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരും. ഓക്കെ അല്ലേ? ഗുഡ്. നെക്സ്റ്റ്, ഇവിടെ ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ ചോദ്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോവുകയാണ്. ഇനി നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. കാൽക്കുലേറ്റ് ദി ആംഗിൾസ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ഷോൺ ബിലോ. ചിത്രത്തിൽ ചതുർഭുജത്തിലെ കോണുകളെല്ലാം കണ്ടുപിടിക്കണം. ഓക്കെ, നോക്കാം. ഓരോ കോണുകൾ തമ്മിലൊന്ന് നോക്കിക്കേ. എന്താണ് ഇവിടെ പ്രത്യേകത? ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്, ഒരു ചതുർഭുജമുണ്ട്. ഇതില് എം ഷേപ്പിൽ കാണുന്നുണ്ടോ ആംഗിളുകളൊക്കെ? എം ഷേപ്പിൽ കാണുന്ന ആംഗിളുകളൊക്കെ ഉണ്ടല്ലോ, അല്ലെ? ഇവിടെ നോക്കിക്കേ. ഇതൊരു എം ഷേപ്പിൽ കാണുന്ന ആംഗിൾ അല്ലേ? വേറെ രീതിയിൽ പറഞ്ഞാൽ, ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നേരെ വിരൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ AD എന്ന് പറയുന്ന പോയിന്റിലെത്തി. അവിടുന്ന് പിന്നെ വിരൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എവിടെ വരിക? ബിയിൽ വരും, അല്ലേ? സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, സിയിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു, വണ്ടി നേരെ പോയി ജംഗ്ഷനിലെത്തുന്നു, ADയിലെത്തുന്നു, പിന്നെയും തിരിച്ച് ആ ജംഗ്ഷനിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പോകുന്നു, ബി എന്ന് പറയുന്ന പോയിന്റിലെത്തി. അപ്പോൾ ഈ കാണുന്ന ആംഗിളും ഈ കാണുന്ന ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒരാംഗിൾ കിട്ടിയേ. ഏതാണ് ആംഗിള്? ആംഗിൾ ABD എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രിയാണ്, 30 ഡിഗ്രിയാണ്. ഈ 2 ആംഗിളും തുല്യമായിരിക്കും. ക്ലിയർ ആയേ? അതുപോലെ അടുത്തൊരു ആംഗിൾ ഉണ്ട്. ഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡിയിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ എങ്ങോട്ട് വരുന്നു? BCയിലോട്ട് വരുന്നു. BCയിൽ നിന്ന് അടുത്ത ജംഗ്ഷനിലോട്ട് പോയാലോ? എയിലെത്തി, ഇല്ലേ? അപ്പോൾ ഈ കാണുന്ന ആംഗിൾ എയും ഇത് 50 ഈക്വൽ ആണ്. ഓക്കെ, ആംഗിൾ എ എന്തിനോട് ഈക്വൽ ആണ്? 50 ഈക്വൽ ആണ്. ആംഗിൾ എങ്ങനെ കൊടുക്കാം? BAC എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് കിട്ടി 30, ഇത് കിട്ടി 50. ഇവിടെ ഒരു 45 കിടക്കുന്നതാണ്ട. 45 എന്തിനോട് ഈക്വൽ ആയിരിക്കും? 45 നേരെ പോകുന്നത് CD യിലോട്ടാണ്.
അതേ സി ഡി ഇങ്ങോട്ട് കൊണ്ടുവന്ന് അടുത്തൊരു എയിൽ പോയിന്റ് കിട്ടിയാ ദാ ഇത് കിട്ടി. അപ്പോൾ അടുത്ത ആംഗിൾ ഡി എ സി എത്രയാ? 45. സ്പീഡിൽ പോകുന്നില്ല, ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമുക്കിത് എം ഷേപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ചെയ്ത് നോക്കാം. ദാ ഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നേരെ സിയിലേക്ക് വന്നു, പിന്നെയും തിരിച്ചിവിടെ വന്നു, ദാ ഇങ്ങോട്ട് വന്നു. എം ഷേപ്പിലല്ലേ ഇത് കിടക്കുന്നത് അല്ലേ? എം ഒന്ന് ചരിച്ചു വെച്ച് നോക്കിയാൽ മതി. എം ഷേപ്പിലാണ് ഇത് കിടക്കുക അല്ലേ? അപ്പോൾ ഈ കാണുന്ന രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇത് 30 ആണെങ്കിൽ ദാ ഇതും എത്ര തന്നെ ആയിരിക്കും? 30 തന്നെ ആയിരിക്കും. ക്ലിയർ ആണ്? ഇനി ഇത് 45. എം നേരെ തലതിരിച്ചിട്ടാല ഡബ്ല്യു ഷേപ്പ്. ഡബ്ല്യു ഷേപ്പിലല്ലതായി കിടക്കുന്നതാ അല്ലേ? മലനിരകൾ, ഞാൻ പറഞ്ഞല്ലോ മലനിരകൾ ദാ ഇവിടെ വന്നു. അപ്പോൾ ഇത് 45 ആണെങ്കിൽ ദാ ഇവിടെയും എത്ര തന്നെ ആയിരിക്കും? 45 തന്നെ ആയിരിക്കും. ഏതാണ് ആംഗിള്? ദാ ഈ കാണുന്ന ആംഗിള് 45 ആണ്. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പോൾ ആംഗിൾ ഡി എ സി 45 ആണ്. ഇനിയോ ദാ ഇത് 50 ആണെങ്കിൽ ദാ ഇതും എം ഷേപ്പിലല്ലേ? ദാ ഇങ്ങനെ വന്നു, എവിടെത്തി? ദാ അടുത്ത് ഇങ്ങോട്ട് വന്നു, എയിലോട്ട് തന്നെ വന്നു. അപ്പോൾ ഇത് 50 ആണെങ്കിൽ ദാ ഇതും എത്ര തന്നെ ആയിരിക്കും? 50 തന്നെ ആയിരിക്കും. സോ ആംഗിൾ ഡി എ സി വിൽ ബി ഓൾസോ 50 ഡിഗ്രി. ആംഗിൾ ബി എ സി 50 ആണ്, ആംഗിൾ ബി ഡി സിയും 50 ആണ്. അപ്പോൾ ആംഗിൾ എ ബി ഡിയോട് ഈക്വൽ ആയിട്ട് പറഞ്ഞ അടുത്ത ആംഗിൾ ഏതായിരുന്നു? എ ബി ഡി 30 ആണെങ്കിൽ എ സി ഡി. ആംഗിൾ എ സി ഡിയും ആംഗിൾ എ ബി ഡിയും ഈക്വൽ ആണ്, 30 ഡിഗ്രി ആണ്. ആംഗിൾ അടുത്തേതാ? ബി എ സി അല്ലേ? ബി എ സിയോട് ഈക്വൽ ആയിട്ട് വന്ന് ബി ഡി സി. ആംഗിൾ ബി ഡി സിയും ആംഗിൾ ബി എ സിയും ഈക്വൽ ആണ്, 50 ഡിഗ്രി ആണ്. അടുത്തതോ 45 വന്നത് ഡി എ സിയും ഡി ബി സിയും. ആംഗിൾ ഡി ബി സിയും ആംഗിൾ ഡി എ സിയും ഈക്വൽ ആണ്. ഇത് പേര് കൊടുക്കുന്നതിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മറ്റൊരു എളുപ്പം ഞാൻ പറയാം. ഇതിൻ്റെ തുടക്കം എയിലാണ്, അവസാനം ഡിയിലാണ്. ഇതിൻ്റെയും തുടക്കം എയിലാണ്, അവസാനം ഡിയിലാണ്. എയിൽ തുടങ്ങി ഡിയിൽ അവസാനിക്കുന്ന ആംഗിളുകൾ ആകെ 2 ഉള്ളൂ. എയിൽ തുടങ്ങി ഡിയിൽ അവസാനിക്കുന്ന ആകെ 2 ആംഗിളേ ഉള്ളൂ. ഒന്ന് എ ബി ഡിയും ഒന്ന് എ സി ഡിയും. ആ 2 ആംഗിളും ഈക്വൽ ആണ്, 30 ഡിഗ്രിയാണ്. ഓക്കെ, ഇപ്പോൾ ആംഗിൾ എ മൊത്തത്തിൽ എത്രയായി? 50ഉം 45ഉം കൂടെ കൂട്ടിയാൽ എത്ര വരും? എത്ര വരിക? 95 ആണ് വരിക. വെരി ഗുഡ്, 95 വരും. അപ്പോൾ ആംഗിൾ എ ടോട്ടൽ നോക്കുവാണെങ്കിൽ അത് 95 ആണ്. ആംഗിൾ എ ടോട്ടലി 95 ആണ്. ആ 95 എങ്ങനെയാണ് കിട്ടിയത്? വിത്ത് 50 പ്ലസ് 45 ഇസ് ഈക്വൽ ടു 95 കിട്ടി. ഓക്കെ, ആംഗിൾ എ എന്ന് പറയുന്നത് 50 പ്ലസ് 45 വിച്ച് ഇസ് ഈക്വൽ ടു 95. അങ്ങനെ വന്നാൽ ഇനി ആംഗിൾ സി കണ്ടുപിടിച്ചൂടെ? എന്തുകൊണ്ടാ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ എതിർവശത്തെ കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി വരണം? 180 ഡിഗ്രി വരണം, 180 ഡിഗ്രി വരണം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ സി ബി സി ഡി, ആംഗിൾ സി എന്ന് പറയുന്നതും ആംഗിൾ എ എന്ന് പറയുന്നതും തമ്മിൽ ആഡ് ചെയ്താൽ 180 ഡിഗ്രി വരണം. ആംഗിൾ സിയും ആംഗിൾ എയും ആഡ് ചെയ്താൽ 180 ഡിഗ്രി വരണം. ആംഗിൾ സി അറിയില്ല, കണ്ടുപിടിക്കണം. ആംഗിൾ എ എത്രയാണ്? 95 ആണ്. ആംഗിൾ സി പ്ലസ് 95 വിച്ച് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി എത്ര വരും? 180ൽ നിന്ന് 95 മൈനസ് ചെയ്യണം. എത്ര വരും? 180ൽ നിന്ന് 95 മൈനസ് ചെയ്താൽ 180ൽ നിന്ന് 90 മൈനസ് ചെയ്താൽ 90 ആണ്. 90ൽ നിന്നൊരു 5 കൂടെ മൈനസ് ചെയ്താലോ? 85. സോ ആംഗിൾ സി വിൽ ബി 85. 85ല് ഒരാംഗിൾ 30 മാറിക്കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എത്ര വരുള്ളൂ? 55 വരുള്ളൂ അല്ലേ? 85 ആംഗിൾ സി മൊത്തത്തിൽ 85. അപ്പൊ ആംഗിൾ എ സി ബി നോക്കിയാൽ ആംഗിൾ എ സി ബി നോക്കിയാൽ എത്ര? 85ൽ നിന്ന് 30 മൈനസ് ചെയ്താൽ യു ക്യാൻ ഗെറ്റ് ഇറ്റ് 55. കിട്ടുന്ന ആംഗിൾ എത്രയാ? 55 ആണ്. ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് 55 ആണ്. ഓക്കെ, 55 ഡിഗ്രിയാണ്. പിന്നെയും നമ്മളുടെ മലനിരകൾ കയറാം. ദാ ഇവിടെയും എം ഷേപ്പ് ഉണ്ട്. ഇവിടെ 55 ആണെങ്കിൽ ദാ ഇതും എത്രയായിരിക്കും? അതും എത്രയായിരിക്കും? 55 ആയിരിക്കും. സോ ആംഗിൾ എ ഡി ബിയും എത്രയായിരിക്കും? 55 ഡിഗ്രി ആയിരിക്കും. ചെയ്ത് നോക്കിക്കേ. ഒരെണ്ണം കിട്ടിയാൽ മതി, ബാക്കി അതെല്ലാം കണക്റ്റഡ് ആണ്. കണക്ട് ചെയ്ത് ബാക്കിയുള്ള എല്ലാ ആംഗിളും കിട്ടും.
ആദ്യം നമുക്ക് കിട്ടിയിരുന്നത് ആകെ ACD തന്നിട്ടുണ്ടായിരുന്നു. ACD എന്ന് പറയുന്നതാ ACD, ഇത് 30 തന്നിട്ടുണ്ടായിരുന്നു. ഇത് 30 സ്ഥിതിക്ക് ഇതാ ഇവിടെ 30 ഇത് 45 വന്ന സ്ഥിതിക്ക് ഇവിടെ 45 ഇവിടെ 50 വന്ന സ്ഥിതിക്ക് ഇത് 50 അങ്ങനെ നമുക്ക് കിട്ടി. ഓക്കെ, അതിൽ നിന്ന് ആംഗിൾ എ മൊത്തത്തിൽ കിട്ടും 95 ആണ്, ആംഗിൾ ബിയും മൊത്തത്തിൽ കിട്ടും 75 ആണ്. ഇതിൽ നിന്ന് ഓപ്പോസിറ്റ് ഇപ്പൊ നമ്മളുടെ മിസ്സിംഗ് ആയിട്ടുള്ള ആംഗിൾ ഇതാ ഇതാണ്, ഈ ഒരെണ്ണവും ഈ ഒരെണ്ണമായിരുന്നു മിസ്സിംഗ് ആയിട്ടുള്ള ആംഗിൾ. അതിലേതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ മതി, അടുത്ത ആംഗിൾ സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ 95 വന്ന സ്ഥിതിക്ക് അപ്പൊ ആംഗിൾ സി മൊത്തത്തിൽ എത്രയായി? 95ഉം ആംഗിൾ സിയും കൂടെ കൂട്ടിയാൽ 180 വരണം. അപ്പൊ ആംഗിൾ സി മൊത്തത്തിൽ എത്രയാ? 85 ആണ്, 85 ആണ്. ഈ 85ൽ നിന്ന് എത്ര കുറയ്ക്കണം? 30 കുറയ്ക്കണം. കാരണം ഇത് രണ്ട് ആംഗിളും കൂടെ കൂട്ടുമ്പോഴേ 85, അതിന് 30 മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? 55 ഉണ്ട് അല്ലേ? 85ൽ നിന്ന് 30 മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 55 കിട്ടും. അതായത് ACB എന്ന് പറയുന്നത് 55 ഡിഗ്രിയാണ്. ഇത് 55 ആണെങ്കിലോ ഇതും 55 ആയിരിക്കും, കാരണം ആംഗിൾസ് ഓൺ ദി സെയിം സെഗ്മെന്റ്. ഓക്കെ, ഒരേ സെഗ്മെന്റിലായി കാണപ്പെടുന്ന ആംഗിൾസ് ആണ്. അതാണ് നമ്മൾ ഈ എം ഷേപ്പിലൊക്കെ വരച്ച് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ തന്നെ ഒരു ട്രിക്കി മെത്തേഡിൽ തന്നെ പഠിച്ചു പോകും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ആലോചിക്കേണ്ടി വരില്ല. ഈസി ആയിട്ട് നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഓർത്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ഗഡ്. ഒന്ന് ചെയ്തെല്ലാം കൂടെ നോക്കിക്കേ. ക്ലിയർ? നെക്സ്റ്റ്, ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ ദ ഫിഗർ O is the center of the circle. O എന്താണ്? വൃത്തകേന്ദ്രമാണ്. നമുക്കിവിടെ O എടുക്കാം. O വൃത്തകേന്ദ്രമാണ്. ABCD and E are points on the circle. ABCDE കൊടുത്തിട്ടുണ്ട്. EAB 120 ഡിഗ്രിയാണ്. EFP അല്ല, EFD, ഇത് D കൊടുക്കാം, D. EFD will be 100 ഡിഗ്രി, ഇത് 100 ഡിഗ്രിയാണ്. എങ്കിൽ ഫൈൻഡ് ആംഗിൾ EDB. EDB എന്ന് പറയുന്ന ആംഗിൾ അതാ ഈ കാണുന്നത് EDB. എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഭാഗം ഒന്ന് മറച്ചു നോക്കിക്കേ. ഈ ഒരു ഭാഗം മറച്ചു നോക്കി കഴിഞ്ഞാൽ ഇതൊരു ക്വാഡ്രിലാറ്ററൽ അല്ലേ, ചതുർഭുജമല്ലേ അല്ലേ? അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടെ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി വരണം? ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി വരണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 180 ഡിഗ്രി വരണമെന്നുണ്ടെങ്കിൽ ആംഗിൾ എ 120 ആണ്. 120യുടെ കൂടെ ആംഗിൾ ഡി കൂട്ടിയാൽ 180 ഡിഗ്രി വരണം. അപ്പോൾ ആംഗിൾ ഡി എത്രയായിരിക്കും? 180ൽ നിന്ന് 120 കുറച്ചാൽ എത്ര വരും? 60 ഡിഗ്രി വരും. അങ്ങനെ ആംഗിൾ ഡി എത്ര വന്നു? ഏതാണ്? EDB എന്ന് പറയുന്ന ആംഗിൾ എത്ര വന്നു? ആംഗിൾ EDB എന്ന് പറയുന്ന എത്രയാണ്? 60 ഡിഗ്രിയാണ്. ആംഗിൾ EDB എത്ര വന്നു? 60 ഡിഗ്രി വന്നു. ഇനി EDB കിട്ടി. ഇനി അടുത്ത ഏതാ? ECB. ECB എന്ന് പറയുന്ന ആംഗിൾ ECB, ഈ കാണുന്ന ആംഗിൾ. ഇതും ഏകദേശം മലനിരകളല്ലേ, എം ഷേപ്പ് അല്ലേ? ഇങ്ങനെ വന്നു, എം ഷേപ്പിൽ വരുന്നു ആംഗിൾ ECB. അപ്പൊ നമുക്ക് എന്താ എഴുതാം? ആംഗിൾ ECBയും ആംഗിൾ EDBയും എന്താണ്? ഈക്വൽ ആണ്. എത്ര ഡിഗ്രി വരും? 60 ഡിഗ്രി വരും. ആംഗിൾ EDB രണ്ടും എത്ര ഡിഗ്രി വീതം വരും? 60 ഡിഗ്രി വരും. ക്ലിയർ ആയേ? ഓക്കെ അല്ലേ? സെറ്റ്. ഇനി അടുത്ത ഒരെണ്ണം കൂടെ ഉള്ളേ, അതേതാ? DBC ആണ്. എവിടെയാ DBC? എവിടെയാ മഹാൻ? DBC. ഈ കാണുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഒരു ചെറിയ ട്രയാംഗിൾ മാത്രം ഇട്ടെടുത്തേ. ഇത് 100 ആണ്. അപ്പോൾ ഈ കാണുന്നതും എത്ര തന്നെ ആയിരിക്കും? എത്രയായിരിക്കും? 100 ആയിരിക്കില്ലേ? കാരണം എതിർ കോണുകൾ എന്ന് പറയും. എതിർ കോണുകൾ, അതായത് രണ്ട് എക്സ് രൂപത്തിൽ ഫോം ചെയ്ത് നമ്മൾ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാര്യമാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് എക്സ് രൂപത്തിൽ ഒരു ആംഗിൾ ഫോം ചെയ്താൽ എക്സ് രൂപത്തിൽ വരുന്നതിന് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഇവിടെ ഈ കാണുന്ന ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇതൊക്കെ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇതെല്ലാം റീകളക്ട് ചെയ്തുകൊണ്ടേയിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് ഇതെല്ലാം റീകളക്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് 100 ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? 100 ആയിരിക്കും. ഓക്കെ, ആംഗിൾ ഡിയും ആംഗിൾ സിയും ഈക്വൽ ആയ സ്ഥിതിക്ക് ഇത് 60 ആണ്. അപ്പോൾ ആംഗിൾ DBC ആംഗിൾ DBC എന്ന് പറയുന്നത് 180ൽ നിന്ന് എന്തൊക്കെ കുറയ്ക്കണം? 100ഉം കുറയ്ക്കണം, ഈ 60ഉം കുറയ്ക്കണം.
160 കുറയ്ക്കണം. 180 നിന്ന് 160 കുറച്ചാൽ 20 ഡിഗ്രി. ഈ കാണുന്ന ആംഗിൾ 20 ഡിഗ്രി ആയിരിക്കും. ഇനി ഇത് 20 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? ഏതായിരിക്കും? FED അല്ലെങ്കിൽ CED എന്ന് പറയുന്ന ആംഗിൾ എത്ര ഡിഗ്രി വരും? അതും 20 ഡിഗ്രി ആയിരിക്കും. കാരണം ഇത് M ഷേപ്പിലാണ് അല്ലേ? ഇത് 20 ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? 20 ആയിരിക്കും. ചോദിച്ചിട്ടില്ല, ഇൻ കേസ് ചോദിച്ചാൽ ആ ഒരു ഇതിൽ അറ്റൻഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ബെറ്റർ അല്ലേ? ഓക്കെ, ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് വൺ, പ്രൂവ് ദാറ്റ് ഇൻ എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജം എടുത്താൽ the outer angle at any vertex is equal to the inner angle at the opposite vertex. എന്താണ്? ഒരു ചക്രീയ ചതുർഭുജം എടുത്താൽ ഏത് മൂലയിലെയും പുറം കോൺ എന്ന് പറയുന്നത് എന്താ? ഔട്ടർ ആംഗിൾ ആണ്, പുറമേയുള്ള കോണാണ്. എതിർമൂലയിലെ അകക്കോണിന് തുല്യമാണെന്ന് തെളിയിക്കാം. എതിർമൂലയിലെ അകക്കോണിന് തുല്യമാണെന്ന് തെളിയിക്കാം. നമുക്ക് നോക്കാം. നമ്മളൊരു വൃത്തം വരയ്ക്കുന്നു, ഒരു ചതുർഭുജം വരയ്ക്കുന്നു. ചക്രീയ ചതുർഭുജമാണ് എന്ന് പറയാൻ കാരണം എന്താ? 4 കോർണറും 4 മൂലകളും വൃത്തത്തിൽ ടച്ച് ചെയ്തിട്ടുണ്ട്, സർക്കിളിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. സോ അതെന്താണ്? ഒരു ചക്രീയ ചതുർഭുജമാണ്, അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഞാൻ ഈ ഒരു ആംഗിളിന് ഞാൻ എക്സ് എന്ന് കൊടുത്തു. നമുക്ക് ABCD എന്ന് കൊടുക്കാം. ആംഗിൾ എ എക്സ് ആണെങ്കിൽ ആംഗിൾ BCD എത്ര വരും? ആംഗിൾ BCD എത്ര വരും? ആംഗിൾ BCD എന്ന് പറയുന്നത് ഇത് തമ്മിൽ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി വരണം? ഇത് തമ്മിൽ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി വരണം? 180 ഡിഗ്രി വരണം. അപ്പോൾ 180ൽ നിന്ന് എക്സ് മൈനസ് ചെയ്താൽ പോരെ? 180 മൈനസ് എക്സ്. ഓക്കെ, ഇത് 30 ആണെങ്കിൽ ഇത് 150. 180 മൈനസ് 30. ഇത് 60 ആണെങ്കിൽ ഇത് 120. 180 മൈനസ് 60. ഇത് 50 ആണെങ്കിൽ ഇത് 130. 180 മൈനസ് 50. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ്. ഓക്കെ, അങ്ങനെ അത് 180 മൈനസ് എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ ഇത് 180 മൈനസ് എക്സ് ആണ്. ഇനി പുറമേ ഉള്ള ഒരു ആംഗിൾ എടുത്തു, എക്സ്റ്റേണൽ ആംഗിൾ E. പോട്ടെ, വേറെ പേര് കൊടുക്കാം. ആംഗിൾ DCE എന്ന് പറയുന്നത് ഇത് 180 മൈനസ് എക്സ് ആണ്. എന്താ പറയുക? രേഖീയ ജോഡികൾ എന്ന് പറഞ്ഞു കേട്ടോ, ലീനിയർ പെയർ. അതും 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാര്യം, 7ലും 8ലൊക്കെ പഠിക്കുന്ന കാര്യം. ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡികൾ. അടുത്തടുത്ത 2 കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി വരും? 180 ഡിഗ്രി വരും. അടുത്തടുത്ത 2 കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി വരും? 180 ഡിഗ്രി വരും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ DCEയും ആംഗിൾ BCDയും തമ്മിൽ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രിയാണ് വരേണ്ടത്? 180 ഡിഗ്രി വരേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരണമെങ്കിൽ ഇത് ഓൾറെഡി എത്രയാണ്? 180 മൈനസ് എക്സ് ആണ്. അപ്പോൾ ഇപ്പുറത്ത് എന്ത് വരും? എക്സ് വരും. അതായത് ആംഗിൾ എയും പുറം കോണും എന്താണ്? ഈക്വൽ ആണ്, രണ്ടും എക്സ് ആണ്. കാരണം ഇത് എക്സ് വന്നാലല്ലേ തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരുള്ളൂ. കാരണം ഇത് ഓൾറെഡി എന്താ? 180 മൈനസ് എക്സ് ആണ്. 180 മൈനസ് എക്സിൻ്റെ കൂടെ എക്സ് കൂട്ടിയാലല്ലേ 180 ആവുള്ളൂ, 180 ആവുള്ളൂ. സെയിം കോൺസെപ്റ്റ്. ആംഗിൾ എ എന്ന് പറയുന്നത് എന്താ? എതിർവശത്തുള്ള അകക്കോണാണ്, ഇന്നർ ആംഗിൾ ആണ്. ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇന്നർ ആംഗിൾ ആണ്. ആംഗിൾ DCE എന്താണ്? ഔട്ടർ ആംഗിൾ ആണ്. അപ്പോൾ എന്തായി? ഔട്ടർ ആംഗിളും ഈക്വൽ ടു ഇന്നർ ആംഗിൾ ഓഫ് ദി ഓപ്പോസിറ്റ് വേർട്ടെക്സ്. എതിർമൂലയിലെ അകക്കോണിനോട് തുല്യമാണ്. അതായത് ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ DCE. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇത് കോമൺ ലോജിക്കാണ്. കോമൺ ലോജിക്ക് കണക്ട് ചെയ്ത് നമുക്ക് കിട്ടാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, പ്രൂവ് ദാറ്റ് എനി പാരലലോഗ്രാം, ഏതൊരു സാമാന്തരികം എടുത്താലും വിച്ച് ഇസ് നോട്ട് എ റെക്റ്റാങ്കിൾ. നമ്മൾ സാമാന്തരികം പറയുമ്പോൾ റെക്റ്റാങ്കിൾ, സ്ക്വയർ, ഇതെല്ലാം എന്താണ്? സാമാന്തരികങ്ങളാണ്, പാരലലോഗ്രാംസ് ആണ്. പാരലലോഗ്രാംസിന്റെ ഡിവിഷൻസ് ആണ്. റെക്റ്റാങ്കിൾ എടുത്താലും സ്ക്വയർ എടുത്താലും ഇതെല്ലാം പാരലലോഗ്രാംസിന്റെ ഡിവിഷൻസ് ആണ്. അപ്പോൾ ചതുരമല്ലാത്ത, റെക്റ്റാങ്കിൾ അല്ലാത്ത ഏതൊരു പാരലലോഗ്രാം എടുത്താലും, ചതുരമല്ലാത്ത ഏതൊരു സാമാന്തരികം എടുത്താലും അത് എന്തല്ല എന്ന് തെളിയിക്കണം? അത് ചക്രീയമല്ല എന്ന് തെളിയിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാരലലോഗ്രാം എടുക്കാം, അല്ലെങ്കിൽ ഒരു സാമാന്തരികം എടുക്കാം. ഓക്കെ, ഒരു പാരലലോഗ്രാം എടുക്കുന്നു, ABCD. ഇത് ചക്രീയമല്ല എന്ന് തെളിയിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ.
ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടില്ല എന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, നമുക്കറിയാം ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണ്. ഒരു സാമാന്തരികത്തിൽ എതിർ കോണുകൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന കോണുകൾ തുല്യമാണ്. ആംഗിൾ ബിയും ആംഗിൾ ഡിയും തുല്യമാണ്, ഈക്വൽ ആണ്. ഇത് രണ്ടും 90 ഡിഗ്രി ആയാൽ മാത്രമേ തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരുള്ളൂ. ഓക്കെ, ഇത് രണ്ടും തുല്യമാണ്. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണമെന്നുണ്ടെങ്കിൽ ആംഗിൾ എയും ആംഗിൾ സിയും എത്ര ഡിഗ്രി വരണം? 90 ഡിഗ്രി വരണം. ആ 90 ഡിഗ്രി വന്നാൽ അത് എന്തായി മാറുന്നു? റെക്ടാങ്കിളായി മാറുന്നു. ഓക്കെ, 90 ഡിഗ്രി വന്നാൽ അതെന്താണ്? റെക്ടാങ്കിൾ ആണ്, അല്ലെങ്കിൽ ചതുരമാണ്. പക്ഷെ ചതുരം നമുക്ക് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചതുരമല്ലാത്ത ഏതൊരു സാമാന്തരികങ്ങൾ എടുത്താലും അതെന്തല്ല? ചക്രീയമല്ല എന്ന് തെളിയിക്കാം. മനസ്സിലായോ? ചതുരമല്ലാത്ത ഏതൊരു സാമാന്തരികം എടുത്താലും അപ്പൊ ചതുരം എന്തായിരിക്കും? ചതുരം ചക്രീയമായിരിക്കും, ചക്രീയ ചതുർഭുജമായിരിക്കും. അല്ലെങ്കിൽ റെക്ടാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. റെക്ടാങ്കിൾ അല്ലാത്ത ഏതൊരു പാരലലോഗ്രാമും എന്തല്ല? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ല. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, ഇത് നോക്കിക്കേ. നോൺ ഐസോസിലസ് ട്രപ്പീസിയം. എന്താണ് ട്രപ്പീസിയം അല്ലെങ്കിൽ ലംബകം എന്ന് പറയുന്നത്? സമപാർശ്വമല്ലാത്ത ലംബകം. സമപാർശ്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വശങ്ങൾ തുല്യമായിട്ടുള്ള, ഏതെങ്കിലും ഓപ്പോസിറ്റ് ഉള്ള രണ്ട് വശങ്ങൾ തുല്യമായിട്ടുള്ളതിനെയാണ് നമ്മൾക്ക് സമപാർശ്വങ്ങൾ എന്ന് പറയാം. സമപാർശ്വ ലംബകങ്ങൾ സമപാർശ്വമല്ലാത്ത ലംബകങ്ങളൊന്നും ചക്രീയമല്ല എന്ന് തെളിയിക്കണം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഒന്ന്, റെക്ടാങ്കിൾ എന്താണ്? സൈക്ലിക് ആണ്, അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജമാണ്. ഇനി സമപാർശ്വമല്ലാത്ത ലംബകം അല്ലെ? സമപാർശ്വമല്ലാത്ത ലംബകം. അപ്പോ ഇങ്ങനെ ആയിക്കോട്ടെ. സമപാർശ്വമല്ലാത്ത ലംബകം എന്ന് പറയുമ്പോൾ ഇതെന്തായാലും ഈക്വൽ ആയിരിക്കില്ല. ലംബകത്തിന് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കണം. ലംബകത്തിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് എതിർവശങ്ങൾ തുല്യമായിരിക്കണം. ഒരു എതിർവശം തുല്യമൊന്നുമല്ല, പാരലൽ ആയിരിക്കണം, സമാന്തരമായിരിക്കണം. ഓക്കെ, ഒരെണ്ണം ചെറിയൊരു വശം കൊടുക്കാം, മറ്റൊരെണ്ണം നീളം കൂടിയൊരു വശം കൊടുക്കാം. ഇനി ഇത് എന്തല്ലാന്ന് തെളിയിക്കണം. ഇത് സൈക്ലിക് അല്ല, അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജമല്ല എന്ന് തെളിയിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതിന് സമാന്തരമായിട്ടൊരു വര ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി വരണം? 180 ഡിഗ്രി വരണം. ഈ ഒരു ആംഗിളും ഈ കാണുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. കാരണം ഇതൊരു സാമാന്തരികമാണ്, ഒരു പാരലലോഗ്രാം ആണ്. പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇനി ഇതെന്താണ്? സമാന്തര വരകളല്ലേ, പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈൻസിന് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതാണ് മറുകോണുകൾ എന്നാണ് തോന്നുന്നു. അല്ല, അതും മറുകോണുകൾ. അതെ, കറസ്പോണ്ടിങ് ആംഗിൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഉണ്ട്. അപ്പോൾ ഈ ആംഗിളും ഈ കാണുന്ന ആംഗിളും ഈക്വൽ ആണ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്, മറുകോണുകളാണ്. ഓക്കെ, ഇപ്പോൾ നിലവില് ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിട്ടുള്ള ഇത് രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്താൽ എത്ര ഡിഗ്രി വരണം? 180 ഡിഗ്രി വന്നാൽ അതെന്താണ്? വി കൻ സേ ദാറ്റ് ഈസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം എന്ന് പറയാം. ഒബ്വിയസ്ലി നമുക്ക് ഓപ്പോസിറ്റ് ആംഗിൾസ്, ഈ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയെന്ന് പറഞ്ഞാലും എന്തൊന്നും വരില്ല, 180 ഡിഗ്രി വരില്ല എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. കാരണം നമ്മൾ ഈ 3 പോയിന്റിൽ കൂടെ ഒരു സർക്കിൾ വരച്ചാൽ തന്നെ 1 2 3 ഓക്കെ, 3 പോയിന്റിൽ കൂടെ സർക്കിൾ വരച്ചാൽ തന്നെ ഒബ്വിയസ്ലി 4ാമത്തെ പോയിന്റ് പുറത്തു പോകും. ഓക്കെ, ഫോർ അനദർ എക്സാമ്പിൾ, നമ്മളിതൊന്ന് വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ
ഓക്കെ, നമ്മൾ ഈ 3 പോയിന്റിൽ കൂടെ സർക്കിൾ വരയ്ക്കുന്നു എന്ന് വെച്ചോ. ഒബ്വിയസ്ലി നാലാമത്തെ പോയിന്റ് എന്തിൽ വരുള്ളൂ? സർക്കിളിന് പുറത്തേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് എഴുതി വെച്ചാലും മതി. ഇറ്റ് ഈസ് pretty much clear that is non-isosceles trapeziums are not cyclic. അതായത് സമപാർശ്വമല്ലാത്ത ലംബകങ്ങളൊന്നും എന്തല്ല, ചക്രീയമല്ല എന്ന് ഇതോടുകൂടി നമുക്ക് തെളിയിക്കാൻ സാധിക്കും. ഓക്കെ, അതായത് 3 ബിന്ദുക്കളിൽ കൂടെ ഒരു വൃത്തം വരച്ചാൽ തീർച്ചയായും നാലാമത്തെ ബിന്ദു വൃത്തത്തിന് പുറത്തായിരിക്കും. If you are drawing a circle with all the 3 vertices of a trapezium, non-isosceles trapezium, obviously the fourth vertex will be outside the circle. So we can say that these non-isosceles trapezium is not cyclic. ഇതിലൊരു സ്റ്റേറ്റ്മെന്റ് എഴുതി നമുക്കിത് ക്ലോസ് ചെയ്യാൻ സാധിക്കും. Okay, good. Next, in the figure, 2 circles intersect at T and U. SPU എന്ന് പറയുന്ന ഈ ആംഗിൾ 80 ഡിഗ്രിയാണ്. TRQ എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ്. Then what is the measure of angle STU? നമുക്കിത് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം. ഇങ്ങോട്ട് ജോയിൻ ചെയ്താൽ PUTS പുട്സ് എന്താണ്? പുട്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ആദ്യത്തെ ആംഗിൾ എന്താ? ആംഗിൾ STU എന്ന് പറയുന്നതിന്റെ ആംഗിൾ എത്ര ഡിഗ്രി വരും? ഇത് 80 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ് വരിക? ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി വരണം? 180 ഡിഗ്രി വരണേ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി വരേണ്ടത് കൊണ്ട് ആംഗിൾ STU എന്ന് പറയുന്നത് 180 മൈനസ് ഈ കാണുന്ന ആംഗിൾ 80 മൈനസ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് 100 ഡിഗ്രി. ആംഗിൾ STU എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. STU കിട്ടി. ഇനി അടുത്തെന്താ? RQU. STU 100 ഡിഗ്രി ആണെങ്കിൽ ഇത് എക്സ്റ്റേണൽ ആംഗിൾ അല്ലേ, പുറമെയുള്ള ആംഗിൾ അല്ലേ? പുറം കോണുകൾ എന്ന് പറയുന്നത് ചക്രീയ ചതുർഭുജത്തിലെ ഓപ്പോസിറ്റ് കോണിനോട് ഈക്വൽ ആണ്, എതിർ കോണിനോട് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ UTR അല്ലെങ്കിൽ RTU, ആംഗിൾ RTU എന്ന് പറയുന്നതും എത്ര ഡിഗ്രിയാണ്? 80 ഡിഗ്രിയാണ്. ഇത് 100 ഡിഗ്രി വന്ന സ്ഥിതിക്ക് ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരണ്ടേ? അങ്ങനെ വരുമ്പോൾ ഇത് എത്ര കൊടുക്കാം? ഇത് 80 ഡിഗ്രി എന്ന് കൊടുക്കാം. ഇനി അത് 80 ആണെങ്കിൽ നമുക്കിതാ ഇതിങ്ങോട്ട് വരാമല്ലോ. ഇത് എത്ര ഡിഗ്രി വരും? 100 ഡിഗ്രി വരും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് നോക്കിയാൽ മതി. ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ ഇത് എക്സ്റ്റേണൽ ആംഗിൾ ആണ്, പുറമേയുള്ള ആംഗിൾ ആണ്. അത് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആംഗിൾ RQU എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. അപ്പോൾ RQU കിട്ടി. ഇനി എന്താ? PST ഈ കാണുന്ന ആംഗിൾ അറിയണം. എങ്ങനെ കാണുക? ഇത് 70 ആണെങ്കിൽ ഇത് എത്ര വരും? 110 വരും. കാരണം തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരണ്ടേ? ഇത് 110 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 70 വരും. ഇത് 70 ആണെങ്കിൽ ഇത് എത്രയാ? 110. ആ ഒരു രീതിയിൽ കൊടുക്കാം. ഓപ്പോസിറ്റ് ആംഗിൾസ്, ഇത് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി വരേണ്ടത് കൊണ്ട് ആംഗിൾ ആംഗിൾ ക്യൂട്ട് എത്രയാ? 180ൽ നിന്ന് 70 മൈനസ് ചെയ്താൽ 110 ആണ്. ആംഗിൾ ക്യൂട്ട് 110 ആണ്. ആംഗിൾ ക്യൂട്ട് 110 ആണെങ്കിൽ ആംഗിൾ ഏതാ? ആംഗിൾ PST എത്ര വന്നു? അതും 110 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആ ഒരു രീതിയിൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഇതിനകത്ത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി വരുന്നു എന്ന് പറയുന്ന ഒരൊറ്റ കോൺസെപ്റ്റിൽ നിന്ന് മാത്രം മുന്നോട്ട് പോകുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇൻ ദ ഫിഗർ, ആംഗിൾ BAC എന്ന് പറയുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ്. ADB 50 ഡിഗ്രിയാണ്. ACD 20 ഡിഗ്രിയാണ്. ഫൈൻഡ് ആംഗിൾ ACB. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ? M ഷേപ്പിൽ വരുന്നത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഡിയിലെത്തി, ഇവിടെ പോയിന്റിൽ വന്നു, സിയിലെത്തി ഇങ്ങോട്ട് വരുന്നു. ഈ 2 ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞേ. സെയിം കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, സെയിം പാറ്റേൺ നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ? ആംഗിൾ BAC എന്ന് പറയുന്നത് ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. ആംഗിൾ ADB എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രിയാണ്. ആംഗിൾ ACD ഇത് എത്രയാണ്? 20 ഡിഗ്രിയാണ്.
ഇനി ഇത് 50 ആണെങ്കിൽ ഇതും 50 തന്നെ ആയിരിക്കില്ലേ? അപ്പൊ എന്ത് കൊടുക്കാം? ആംഗിൾ എ സി ബി വിച്ച് ഇസ് 50 ഡിഗ്രി. ഇനി ബി ഡി സി ഇത് 30 ആണെങ്കിൽ ആംഗിൾ ബി ഡി സി എന്ന് പറയുന്നത് ആംഗിൾ ബി എ സിയോട് ഈക്വൽ ആണ്, വിച്ച് ഇസ് 30 ഡിഗ്രി. ഓക്കെ, ആംഗിൾ ബി ഡി സിയും ആംഗിൾ ബി എ സിയും ഈക്വൽ ആണ്, ദാറ്റ് ഇസ് 30 ഡിഗ്രി. അപ്പോൾ എ സി ബി കിട്ടി, ബി ഡി സി കിട്ടി, എ ബി ഡി. എ ബി ഡി എവിടെ? എ ബി ഡി. എ ബി ഡി ഇതാണ്. എം ഷേപ്പ് നോക്കിക്കോളൂ. ഇവിടെ 20 വന്നു. ഇതും എത്രയായിരിക്കും? 20 ആയിരിക്കും. അപ്പോൾ ആംഗിൾ എ ബി ഡി, എ ബി ഡി എത്രയാ വരിക? 20 ഡിഗ്രി. അപ്പം എ ബി ഡി കിട്ടി. ഇനി അടുത്ത ഏതാ? ഡി ബി സി. ഏതാ? ഡി ബി സി. ഇത് 30 ആണ്, ഇതും 30 എന്ന് പറഞ്ഞു. ഇനി ഡി ബി സി അറിയണമെന്നുണ്ടെങ്കിൽ ഡി എ സി അറിയണം. ഈ രണ്ട് ആംഗിൾ നമുക്ക് കിട്ടിയിട്ടില്ല. നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം തന്നെ വന്നു. ഇവിടെ നമുക്ക് ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ കൂട്ടിയാൽ 180 കിട്ടും എന്നറിയാം. ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ കൂട്ടിയാൽ 180 കിട്ടും. ആംഗിൾ എ ഇവിടെ തന്നെ നടന്നോട്ടെ, അറിയില്ല. പ്ലസ് ആംഗിൾ സി എത്രയാ? 50ഉം 20ഉം കൂടെ കൂട്ടിയാൽ 70. അതാണ് എത്ര? 180. അപ്പം ആംഗിൾ എ എത്ര വരും? 180 കിട്ടണമെന്നുണ്ടെങ്കിൽ 70 മൈനസ് ചെയ്താൽ 110 കിട്ടും. ആംഗിൾ എ 110 ആണ്. അതിൽ ഡി എ സി നോക്കിയാൽ, ആംഗിൾ ഡി എ സി നോക്കിയാൽ 110ൽ നിന്ന് എത്ര കുറയ്ക്കണം? ഈ 30 കുറയ്ക്കണം. എത്ര വരും? യെസ്, ഇറ്റ് ഈസ് 80 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡി ബി സിയും എത്രയായിരിക്കും? അതും 80 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? പക്ക അല്ലേ? ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മൾ ഇതോടെ ഒരു ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ലെറ്റ്സ് സീ ദിസ് ചാപ്റ്റർ ഇൻ ആൻ ഓവർവ്യൂ. സർക്കിൾ എന്താണെന്ന് പറഞ്ഞു. സർക്കിൾ എന്ന് പറയുന്ന ഒരു സെൻറ്ററിൽ നിന്ന് ഒരേ അകലത്തിൽ കാണപ്പെടുന്ന ഒരു കളക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ്. പിന്നെ കോഡ് പറഞ്ഞു. കോഡ് എന്ന് പറയുന്നത് സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന വരെയാണ് കോഡ് അല്ലെങ്കിൽ ഞാണ്. ആർക്ക് അല്ലെങ്കിൽ ചാപം എന്ന് പറയുന്നത് സർക്കംഫറൻസിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെന്താ? സർക്കംഫറൻസ് എന്താന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചുറ്റളവ് എന്താന്ന് പറഞ്ഞു, 2πr അല്ലെങ്കിൽ πd ആണ്. പിന്നെന്താ? ഒരേ ഫോമിൽ, ഒരു കോഡ് എടുത്താൽ അതിൻ്റെ കേന്ദ്ര കോണിൻ്റെ പകുതിയായിരിക്കും മുകളിൽ ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇത് 2x ആണെങ്കിൽ ഇത് x ആയിരിക്കും. ഇനി ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി വരും. സോ ഇറ്റ്സ് 180 മൈനസ് എക്സ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കോൺസെപ്റ്റ് ബേസ്ഡ് പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻസ് ഉണ്ട്. കൺസ്ട്രക്ഷൻസ് നല്ലപോലെ നോക്കുക. അപ്പോൾ ഓവറോൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് പോവുക. സർക്കിൾസ് ഈസി ചാപ്റ്റർ ആണ്, അത്ര വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. കൺസ്ട്രക്ഷൻ തന്നെ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ടൈം അടുത്തൊരു പുതിയൊരു ചാപ്റ്റർ ആയിട്ട് ഞാൻ കാണാം. ടിൽ ദെൻ ബൈ ബൈ.